Hello students, അപ്പോൾ നമ്മൾ റൂട്ട് ടെസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ n equal to 1 to infinity 1 by n raised to n and sigma n equal to 1 to infinity 3 raised to n by n square. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം, 1 by n raised to n പ്രോബ്ലം നോക്കാം. an is equal to 1 by n raised to n. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1 by n വാല്യൂ ആണ്. അപ്പോൾ നോക്കി, ഇതും പവറിൽ, ഈ nth ടേം പവറിൽ വരുന്നൊരു ടേമാണ്. 1 by n റേസ് ടു n എന്ന് പറയുമ്പോൾ അതൊരു പവറിൽ വരുന്ന ടേമാണ് അല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1 റേസ് ടു n by n റേസ് ടു n, അതായത് 1 by n ഹോൾ റേസ് ടു n എന്നും വേണമെങ്കിൽ വ്യൂ ചെയ്യാം. കാരണം 1 റേസ് ടു n എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 by n റേസ് ടു n. അപ്പോൾ മോഡ് എ എൻ raised to 1 by n എന്ന് പറഞ്ഞാൽ that is equal to 1 by n raised to n. അതിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എഴുതിയാണെങ്കിൽ 1 raised to n by n raised to n എഴുതാം. that is 1 by n whole raised to n എഴുതാം. അപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ അതൊന്ന് മാറ്റി എഴുതിക്കും. അങ്ങനെ എഴുതിയാൽ നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ചെയ്താലും മതി. a n the whole raised to 1 by n എഴുതുമ്പോൾ ഇവിടെ നമുക്ക് 1 raised to 1 by n വരും, n raised to n into 1 by n വരും. ഓക്കെ, 1 raised to 1 by n എന്ന് പറഞ്ഞാൽ 1 തന്നെ, n raised to n into 1 by n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-ന്റെ പവറിൽ 1 തന്നെ വരും. അപ്പോൾ 1 by n തന്നെ കിട്ടും. n raised to 1 by n equal to 1 by n കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 raised to n വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. എന്നിട്ട് 1 by n ഹോൾ raised to n എഴുതുക. എന്നിട്ട് മോഡ് എ എൻ റേസ് ടു 1 by n എന്ന് പറഞ്ഞാൽ 1 by n ഹോൾ റേസ് ടു n ഇൻറ്റു 1 by n വരും. പവറിൽ ഇൻറ്റു 1 by n വരും, ഹോൾ റേസ് ടു 1 by n വരുമ്പോൾ. അപ്പോൾ അത് 1 ആയി പോവും. എന്നിട്ട് 1 by n ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ 1 by n റേസ് ടു n തന്നെയാണ് നിങ്ങൾ എഴുതണമെങ്കിൽ മോഡ് എ എൻ റേസ് ടു 1 by n എടുക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും റേസ് ടു 1 by n വരും, ഡിനോമിനേറ്റർ റേസ് ടു 1 by n വരും. ന്യൂമറേറ്റർ റേസ് ടു 1 by n വരുമ്പോൾ 1 റേസ് ടു 1 by n 1 തന്നെ. ഇനി n റേസ് ടു n ദ ഹോൾ റേസ് ടു 1 by n എന്ന് പറഞ്ഞാൽ n ക്യാൻസൽ ആയി പോയിട്ട് അവിടെ 1 വരും. അപ്പോൾ n തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by n കിട്ടും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1 by n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് 1 by n ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n വിച്ച് ഇസ് ഈക്വൽ ടു 1 by ഇൻഫിനിറ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 0 which is less than 1 ആണ്. therefore by root test the given series converges. converges എന്ന് മാത്രമല്ല, absolutely convergent ആണ്. ഇനി അടുത്തത്, ഇവിടെ എന്ന് പറഞ്ഞാൽ 3 raised to n by n square. 3 raised to n by n square ആണ് an. അപ്പോൾ an raised to 1 by n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ന്യൂമറേറ്റർ raised to 1 by n ആൻഡ് ഡിനോമിനേറ്റർ raised to 1 by n. ഓക്കെ, കാരണം പവറിൽ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ കോമൺ ആയിട്ട് എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ ന്യൂമറേറ്റർ റേസ് ടു 1 by n എടുക്കുമ്പോൾ 3 raised to n ദ ഹോൾ റേസ് ടു 1 by n. പവേഴ്സിന്റെ റൂൾ വെച്ചിട്ട് n-ഉം 1 by n-ഉം കൂടി ക്യാൻസൽ ആയി പോയിട്ട് അത് 1 വരും. അപ്പോൾ ഇവിടെ 3 raised to 1 ദാറ്റ് ഈസ് 3. ഇനി n സ്ക്വയർ റേസ് ടു 1 by n എന്ന് പറഞ്ഞാൽ n raised to 2 by n. പവർ റൂൾ വെച്ചിട്ട് n raised to 2 by n നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അത് പവറിൽ വരുന്നതിൻ്റെ ആ റൂൾസ് എല്ലാം ഓർത്തിരുന്നാൽ മതി. അതായത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ എന്നൊരു റൂളില്ലേ, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മോഡ് എ എൻ റേസ് ടു 1 by n വരെ. ഇനി അതിൻ്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1 by n ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 by n റേസ് ടു 2 by n. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ് വരുള്ളൂ, കാരണം അതിൽ n ഇല്ല. ഡിനോമിനേറ്ററിൻ്റെ മാത്രം ഇവിടെ സെപ്പറേറ്റ് എടുത്ത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഡിനോമിനേറ്ററിൻ്റെ മാത്രം ഇവിടെ സെപ്പറേറ്റ് എടുത്ത് കണ്ടുപിടിക്കുക. ഒരു ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾ എഴുതുമ്പോൾ അതൊക്കെ കാണിക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1 by n ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 by n റേസ് ടു 2 by n ആദ്യം എഴുതുക. എന്നിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നോട്ടിലേക്ക് എഴുതണം കേട്ടോ. that is equal to limit n tends to infinity 3 divided by limit n tends to infinity n raised to 2 by n. അങ്ങനെ എഴുതണം. അപ്പോൾ ന്യൂമറേറ്റർ അവിടെ 3 തന്നെയായിരിക്കും. ഡിനോമിനേറ്റർ മാത്രമാണ് ഇവിടെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് വാല്യൂ എന്ത് വരുന്നു നോക്കാം. ലിമിറ്റ് n tends to infinity n raised to 2 by n.
ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ ഇവിടെ ഇൻഫിനിറ്റി വരും, ഇവിടെ ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് ഇത് 0 ആയി പോകും. അപ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 0 എന്ന് വരും. ഞാൻ പറഞ്ഞിരുന്നു ഇത് മുമ്പ് നമുക്ക് വന്ന കേസുകളാണ്. ഇൻഫിനിറ്റി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും? ഇതിൻ്റെ വേറൊരു രീതി, മീൻസ് ഞാൻ പറഞ്ഞു തന്നതിനെ വിട്ടിട്ട് ലോഗ് വെച്ച് ചെയ്യുന്ന രീതിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇൻഫിനിറ്റി റേസ് ടു 0, അപ്പോൾ അത് 1 എഴുതിയാൽ മതി. ദിസ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1 അങ്ങോട്ട് എഴുതിയാൽ മതി. ഈ ലാസ്റ്റ് ലൈൻ എഴുതണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അപ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 0 ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈൻ അങ്ങോട്ട് ഒഴിവാക്കിക്കോ, നോട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ 3ഉം ഡിനോമിനേറ്ററിൽ 1ഉം വരും. അപ്പോൾ 3/1 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? ലിമിറ്റ് അപ്പോൾ 3 എന്നാണ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ആവശ്യമുള്ള സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. കൂടുതൽ ആ ലാസ്റ്റ് ലൈനൊന്നും എഴുതണമെന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ആ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും ഒക്കെ കൊടുക്കുന്നത് കൃത്യമായിട്ട് എഴുതാം. അപ്പോൾ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഈക്വൽ ടു 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ദ ഗിവൺ സീരീസ് ഡൈവേർജസ് എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതാ എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് കൊടുക്കുന്നുണ്ട് ഹോംവർക്കായിട്ട്. ഇതിലേതെങ്കിലും ഒരു ഡിഫറെൻറ്റ് സെറ്റിൽ നിന്ന് എടുത്തോളൂ കേട്ടോ. പല 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 പ്രോബ്ലംസ് എല്ലാ സെറ്റിൽ നിന്നും ഒരു 1-2 പ്രോബ്ലം വീതം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എക്സസൈസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പ്രോബ്ലമൊക്കെ ചോദിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കണ്ടുപരിചയമുണ്ട്. അതുപോലെ ഇതൊക്കെ അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു 2 ഇതെടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അത് നിങ്ങളോട് തന്നെ ചെയ്ത് നോക്കാൻ പറയുകയാണ്. ഹോംവർക്ക് ആയതുകൊണ്ട് അത് മടി വിചാരിക്കരുത്. കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും 2 ഈ ഭാഗത്ത് നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും 2 വീതം എല്ലാ സെറ്റിൽ നിന്നും എടുത്ത് റൂട്ട് ടെസ്റ്റിൻ്റെ 2, റേഷ്യോ ടെസ്റ്റിൻ്റെ 2, ഇൻ്റഗ്രൽ ടെസ്റ്റിൻ്റെ 2, പരിചയം ഇങ്ങനത്തെ ഈ വരുന്നത് ഇതുപോലെ വരുന്ന കുറച്ചെണ്ണം എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നാകെ കൺഫ്യൂഷൻ വരിക. അങ്ങനെ വന്നാലാണ് നമുക്ക് എക്സാമിനും അതൊരു ശീലമാവുള്ളൂ. അല്ലെങ്കിൽ എക്സാമിന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. മറക്കാതെ അത് ചെയ്ത് നോക്കുക. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 വീതം ഹോംവർക്കായിട്ട് നോട്ടിൽ ചെയ്ത് വെക്കുക. ഓക്കെ.